ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട അച്ഛൻ, മാതാപിതാക്കളെ, എന്റെ പ്രിയ കുട്ടികളെ, ദൈവത്തിന്റെ മനുഷ്യരോടുള്ള പറ്റാത്ത കരുണയുടെ പ്രതീകമാണ് ഓരോ പിറവിയും. സമൂഹത്തിന് മുമ്പിൽ അമ്മാവാനെതിരായി ജീവിച്ചിരുന്ന സക്രിയ പുരോഹിതനും എലിസബേത്തിനും ദൈവത്തിന് സമ്മാനമായി ലഭിച്ച പുത്രനാണ് യോഹന്നാൻ. മനുഷ്യരുടെ മുമ്പായിട്ടുള്ള നിന്ദയെ നീക്കുകയും അവരെ മാതൃപിതൃഭാരങ്ങൾ കുടുംബങ്ങളായി മാറുകയും ചെയ്യുന്നു. അതിന് കാരണമായി മാറിയത് അവരുടെ ദൈവകൽപ്പനകളെ പാലിക്കാൻ അവർ കാണിച്ച ഉത്സാഹമാണ്. ഈ സ്നാപക യോഹന്നാന്റെ ജന്മദിനം പരിശുദ്ധ സഭ ബാലിക ബാല ദിനമായി ആചരിക്കുന്നു. പ്രതീക്ഷയുടെ നാവുകളാണ് ഓരോ ശിശുക്കളും. കരുതലില്ലെങ്കിൽ പാടിപ്പോയേക്കുന്ന നാവുകളെ പോലെ ശരിയായ ശിക്ഷണവും കരുതലുമില്ലെങ്കിൽ നമുക്ക് ഒരു പക്ഷേ തലമുറകളെ നഷ്ടമായേക്കാം. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 60 ഇപ്രകാരം പറയുന്നു: കർത്താവിന്റെ കൈ അവനോട് കൂടെ ഉണ്ടായിരുന്നു. ഈ വേദഭാഗത്തിൽ വിശദീകരിച്ചിരിക്കുന്നത് യോഹന്നാനെ കുറിച്ചാണ്. ഇത് വളരെ ശരിയായ ഒരു പ്രസ്താവനയാണ്. തന്റെ അമ്മയുടെ നിന്നെ നീക്കിയ മകൻ, തന്റെ നാവിന്റെ കെട്ടുകളെ പൊട്ടിച്ച മകൻ, തന്റെ രക്ഷകനെ സ്ഥാനപ്പെടുത്തുവാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവൻ. അങ്ങനെ എല്ലാ കാര്യത്താലും ദൈവത്തിന്റെ കാലം യോഹന്നാനോട് കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ യോഹന്നാൻ ദൈവത്തെ അറിഞ്ഞു വളർന്നു. മാതാപിതാക്കൾ ചെയ്യുന്ന സുഹൃത പ്രവർത്തികളെയാണ് മക്കൾ അനുകരിക്കുക. ദൈവം മുമ്പാകെ നീതിയുള്ളവരും ദൈവകൽപ്പനകളെ പാലിക്കുന്നവരുമായ സക്കറിയ എലിസബത്ത് ദമ്പതികൾക്ക് മകനെ ദൈവത്തോട് ചേർത്ത് വളർത്തി എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിലെ മാതാപിതാക്കളിൽ നിന്ന് അവരെ വ്യത്യസ്തരാക്കുന്നത്. ജീവിതത്തിന്റെ തിരക്കിനിടയിൽ മക്കളെ ദൈവത്തോട് ചേർത്ത് വളർത്തുവാൻ മാതാപിതാക്കൾ മറന്നു പോകുന്നു. അവരുടെ ശരീര വളർച്ചയ്ക്കായി മാതാപിതാക്കൾ തത്രപ്പെടുമ്പോൾ അവരുടെ ആത്മീയ വളർച്ചയ്ക്കായി തങ്ങൾ എന്ത് ചെയ്തുവെന്ന് മാതാപിതാക്കൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് ഈ ലോകം വിവിധ ചതികളിൽ വിദ്യാർത്ഥികളെ എങ്ങനെ വീഴ്ത്താമെന്ന് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സാമൂഹ്യ മാധ്യമങ്ങൾ, രാസലഹരികൾ, ഇങ്ങനെ വിവിധ ചതികളുടെ കെട്ടുകൾ നമ്മുടെ മക്കൾ പൊട്ടിക്കണമെങ്കിൽ ദൈവകാലം അവരോട് കൂടെ ഉണ്ടാകണം. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1:60 ഇപ്രകാരം പറഞ്ഞു: പൈതൽ വളർന്നു, ആത്മാവിൽ ബലപ്പെട്ടു. ഇന്ന് ഏതൊരു വിദ്യാർത്ഥിയെ പറ്റി ഇങ്ങനെ പറയാൻ സാധിക്കും? അത് കുട്ടികളുടെ പോരായ്മ തന്നെയാണ്. എങ്ങനെ എന്റെ കുട്ടി വളരണം, മറ്റുള്ളവരെ തോൽപ്പിക്കണമെന്ന മത്സര മനോഭാവം കുട്ടികളിൽ വളരുമ്പോൾ പങ്കിടലിന്റെയും കരുതലിന്റെയും മനോഭാവം അവർ മറന്നു പോകുന്നു. യോഹന്നാൻ സ്നാപകൻ ഇപ്രകാരം പറയുന്നു: ഞാനോ കുറയണം, അവനോ വളരണം. അത് കുട്ടികൾ പഠിക്കണമെങ്കിൽ ആദ്യം മാതാപിതാക്കൾ അതിന്റെ അർത്ഥം മനസ്സിലാക്കണം. അത് തിരിച്ചറിയാൻ അവർ ദൈവസന്നിധിയിൽ നീതിയുള്ളവരും ദൈവകൽപ്പനകളെ പാലിക്കുന്നവരുമായിരിക്കണം. ദൈവബോധം നഷ്ടപ്പെടുന്നതാണ് തലമുറകളെ നഷ്ടപ്പെട്ടു പോകുന്നതിന്റെ പ്രധാന കാരണം. ദൈവബോധം നിലനിൽക്കുന്നതിന് സൺഡേ സ്കൂൾ പോലെയുള്ള പരിശുദ്ധ സഭയുടെ ആത്മീയ പ്രസ്ഥാനങ്ങളിൽ കുട്ടികൾ ഭാഗമാണോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കൂടാതെ ഭാരം നടക്കേണ്ടുന്ന വഴി അവനെ അഭ്യസിപ്പിക്കുക. അവൻ വൃദ്ധനായാലും അതവനെ വിട്ടുമാറുകയില്ല എന്ന് സദൃശവാക്യങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ബാല്യത്തിൽ തന്നെ ദൈവത്തിനായി സമർപ്പിക്കപ്പെട്ടവരാണ് പിന്നീട് വിശുദ്ധന്മാരായി മാറിയത്. ഇതിന്റെ ഉത്തമ ഉദാഹരണമാണ് പരിശുദ്ധ പരിമള തിരുമേനി. ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. യോഹന്നാൻ സ്നാപകനെ പോലെ ദൈവകരം ഒപ്പമുള്ളവരെ ജീവിതത്തെ തത്തപ്പെടുത്തുവാൻ നമുക്ക് കഴിയണം. അതിന് നിരന്തരമായ പ്രാർത്ഥനയും ഉണ്ടാകണം. അങ്ങനെ വാടിപ്പോകാത്ത വൃക്ഷമായി മാറി അനേകർക്ക് തണലേകുവാൻ ദൈവകൃപ നമ്മളോട് കൂടെ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ക്രൈസ്റ്റ്.